ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സ്റ്റൈലിൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻകറിയിൽ ഉറപ്പായിട്ടും ഒന്ന് ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ട്രിവാൻഡ്രം മീൻകറി തയ്യാറാക്കിയെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മസാലക്കൂട്ടം ചൂടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തവ ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയാണ്. ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മുളക് പൊടി ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം വെക്കരുത് കേട്ടോ എപ്പോഴും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. അതായത് 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടി മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉലുവ പൊടിച്ചതും കൂടി. അപ്പോൾ ഈ ഉലുവാപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടാൻ വേണ്ടി നിൽക്കരുത്. നമുക്കറിയാവുന്നതാണ് ഉലുവാപ്പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഈ കുറഞ്ഞ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ. നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ സാധാരണ മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലുള്ള മീൻകറി കിട്ടുന്നത്. 1 മിനിറ്റിൽ കൂടുതൽ മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ സമയത്ത് ഇത് വറുക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ തവ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടിൽ തന്നെ വെച്ചിരിക്കരുത്. ഇതോടൻ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഇനി നമ്മുടെ ഈ മീൻകറിക്കും ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. തേങ്ങയ്ക്കൊപ്പം തന്നെ നമ്മളിതാ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയുടെ മിക്സും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 7 8 ചെറിയുള്ളിയും കൂടി. അപ്പോൾ ചെറിയുള്ളി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണേ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും കൂടി. അപ്പോൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം ഭാഗത്ത് അധികം ഉപയോഗിക്കുന്നത് വാളൻപുളിയാണ് കേട്ടോ, മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വാളൻപുളി ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടംപുളിയിലും തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുടംപുളി ഈ ഒരു സമയം ചേർക്കേണ്ട, നമ്മൾ കറി തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് മാത്രം കുടംപുളി ചേർത്താൽ മതിയാവും. വാളൻപുളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയൊരു പീസ് അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, അതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഈ ഒരു അളവിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അധികം തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻകറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരേ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകും കൂടിയാണ്. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. നമ്മൾ തേങ്ങാക്കൂട്ട് അരച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാം. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ അളവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് നേരെ തന്നെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാവുന്നതാണ്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് തിളച്ച്
നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അയല മീനാണ് എടുത്തിട്ടുള്ളത്. അയല മീനിന് പകരം നമുക്കിഷ്ടമുള്ള മറ്റേത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ കറി വയ്ക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയം മാത്രമേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു തവി കൊണ്ടിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് കുറഞ്ഞ ഫ്ലെയിമല്ലേ, മീഡിയത്തിനും ലോക്കും ഇടയിൽ വേണം വെക്കാനായിട്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പുളിയും ഉപ്പും മസാലകളെല്ലാം ഈ മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ട് നമ്മുടെ മീനെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല, മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മീൻ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അത്രയും നല്ല കട്ടിക്കുള്ള ഗ്രേവിയുമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗ്രേവി എടുക്കാം കേട്ടോ. അതായത് ഇച്ചിരി ലൂസായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് തിളപ്പിക്കാം. അതല്ല ഇതിന്നും കുറച്ചും കൂടി കട്ടിക്കാണ് നമുക്ക് ഗ്രേവി വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടും. അപ്പം നമ്മുടെ ഈ തേങ്ങ അരച്ച മീൻ കറിയിലേക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് താളിപ്പും കൂടിയാണ്. കടുക് താളിച്ച് ചേർക്കുമ്പോഴാണ് ആ മീൻ കറിക്ക് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ താളിപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്തേക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ വളരെ കുറഞ്ഞ അളവിൽ ഒരു പിഞ്ചളവിൽ മുഴുവൻ ഉലുവയും കൂടി. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയം ഒരു 4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കളറെല്ലാം ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടണം, അതുവരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ചെറിയുള്ളിയുടെ ആ ഒരു കളറെല്ലാം ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഈ താളിപ്പ് നമ്മുടെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താളിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ തന്നെയല്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വയ്ക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.